യൂണിവേഴ്സിറ്റി കോർപ്പറേറ്റ് റിലേഷൻസ് ആൻഡ് ഗവേണൻസിന്റെ 2015 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുകയായിരുന്നു. അതിന്റെ സെക്ഷൻ സി 27 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതുവരെ ആൻസർ ചെയ്ത്. 28 ഇപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുവാണ്. 28ാമത്തെ ചോദ്യം ഇതാണ്: സ്റ്റേറ്റ് ബ്രീഫ്ലി ദ കണ്ടന്റ്സ് ഓഫ് ആനുവൽ മീറ്റിംഗ്. ആനുവൽ മീറ്റിംഗിന്റെ കണ്ടന്റ് എന്തൊക്കെയാണെന്ന് ചുരുക്കി പറയുക. ആനുവൽ മീറ്റിംഗ് എന്ന് പറയുന്നത് ദി കണ്ടന്റ്സ് ഓഫ് ആനുവൽ മീറ്റിംഗ് ടിപ്പിക്കലി ഇൻക്ലൂഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് റിപ്പോർട്ട്സ്. അപ്പോൾ ആനുവൽ മീറ്റിംഗിന്റെ കണ്ടന്റില് സാമ്പത്തിക പ്രസ്താവനകളും അതിന്റെ റിപ്പോർട്ടുകളും ഉണ്ടാവും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിങ്ങനെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട്സും ആനുവൽ മീറ്റിംഗിന്റെ കണ്ടന്റ് ആയിട്ടുണ്ടാവും. ഈ റിപ്പോർട്ട് അവതരണം കൂടാതെ ഡയറക്ടർ ബോർഡിന്റെ റിപ്പോർട്ട് ഉണ്ടാവും, ഓഡിറ്റേഴ്സിന്റെ റിപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, ഡയറക്ടർ ബോർഡിന്റെ റിപ്പോർട്ട്, ഓഡിറ്റേഴ്സിന്റെ റിപ്പോർട്ട് ആനുവൽ ജനറൽ മീറ്റിംഗിനകത്ത് സംഭവിക്കാനുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ആ ആനുവൽ ജനറൽ മീറ്റിംഗിലാണ് കമ്പനിയുടെ ലാഭവിഹിതം എത്രയാണ് ഈ പ്രാവശ്യം പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന് അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും. ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻസ്, അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ്. അതുപോലെ തന്നെ പലപ്പോഴും ഓഡിറ്റർമാരുടെയും ഡയറക്ടർമാരുടെയും അപ്പോയിന്റ്മെന്റ് നടക്കുന്നതും ഈ ആനുവൽ മീറ്റിംഗിൽ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ കമ്പനിയെ ബാധിക്കുന്ന ഇത് കൂടാതെയുള്ള മറ്റ് സുപ്രധാനമായ മറ്റെന്തെങ്കിലും മാറ്ററുകൾ ഉണ്ടെങ്കിൽ അതും. ഓക്കെ, അപ്പോൾ ആനുവൽ മീറ്റിംഗിന് ഒരിക്കൽ കൂടി ഓർക്കുക, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന ആനുവൽ മീറ്റിംഗിൽ വെച്ചാണ്. ഡയറക്ടറെ ഓഡിറ്ററെ ഒക്കെ അപ്പോയിന്റ് ചെയ്യുന്ന ആനുവൽ മീറ്റിംഗിലാണ്. അതുപോലെ തന്നെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടും ഡയറക്ടർ ബോർഡിന്റെ റിപ്പോർട്ടും പ്രസ്താവിക്കുന്നത് ആനുവൽ മീറ്റിംഗിലാണ്. കമ്പനിയുടെ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും റിപ്പോർട്ട്സും സമർപ്പിക്കുന്ന ആനുവൽ മീറ്റിംഗിലാണ്. ഇതൊക്കെയാണ് ആനുവൽ മീറ്റിംഗിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറയുന്നത്. ഇതുകൂടാതെ കമ്പനിയെ ബാധിക്കുന്ന മറ്റേതെങ്കിലും ഗൗരവവും പ്രധാനപ്പെട്ടതുമായ കാര്യങ്ങൾ ആനുവൽ മീറ്റിംഗിന്റെ വിഷയമായി വരും. ഇനി എക്സ്പ്ലെയിൻ ദ ക്ലോസ് ഇൻ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷന്റെ ക്ലോസ് എന്ന് പറഞ്ഞാൽ 5 തരം ക്ലോസ് നമ്മൾ പ്രധാനമായിട്ട് പറയാറുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? മെമ്മോറണ്ടം എന്ന് പറയുന്നത് കമ്പനിയുടെ ഭരണഘടനയാണ്, കമ്പനിയുടെ മാഗ്ന കാർട്ടയാണ്, ചാർട്ടറാണ്. ഇങ്ങനെ പല രീതിയിലും മെമ്മോറണ്ടത്തിന് വിശേഷണമുണ്ട്. സോ ഈ മെമ്മോറണ്ടത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മെമ്മോറണ്ടം എന്ന് പറയുന്നത് is foundational document of the company that outlines its objectives, structure and powers. കമ്പനിയുടെ ലക്ഷ്യങ്ങൾ, കമ്പനിയുടെ സ്ട്രക്ചർ, കമ്പനിയുടെ പവർ ഒക്കെ അതായിരിക്കും വ്യക്തമാക്കുക. എ ക്ലോസ് ഇൻ ദ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ ടിപ്പിക്കലി റെഫേഴ്സ് ടു വൺ ഓഫ് ദ ഫോളോയിങ്. മെമ്മോറണ്ടത്തിലെ ഒരു ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അത് നെയിം ക്ലോസ് ആവാം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ആവാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്ലോസ് ആവാം, അല്ലെങ്കിൽ ലയബിലിറ്റി ക്ലോസ് ആവാം, അതുമല്ലെങ്കിൽ ക്യാപിറ്റൽ ക്ലോസും ആവാം. എന്താണ് നെയിം ക്ലോസ് എന്ന് പറയുന്നത്? നെയിം ക്ലോസ് എന്ന് പറയുന്നത് ഇറ്റ് സ്പെസിഫൈസ് ദ കമ്പനീസ് നെയിം. കമ്പനിയുടെ പേര് അത് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. എന്താണ് കമ്പനിയുടെ പേര് എന്ന് വ്യക്തമാക്കുന്ന ക്ലോസ് ആണ് നെയിം ക്ലോസ്. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്പെസിഫൈസ് ദ കമ്പനീസ് രജിസ്റ്റേർഡ് ഓഫീസ്. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണെന്ന് വ്യക്തമാക്കുന്നു. മൂന്നാമത്തെ ക്ലോസ് ഒബ്ജക്റ്റീവ് ക്ലോസ് ആണ്. കമ്പനിയുടെ ലക്ഷ്യം. ഇറ്റ് സ്പെസിഫൈസ് ദ കമ്പനീസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പർപ്പസസ്. കമ്പനിയുടെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും. ഈ കമ്പനിയുടെ ലക്ഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നതിന് അപ്പുറത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കമ്പനി പോയാൽ അത് ഡോക്ട്രിൻ ഓഫ് അൾട്രാവൈസ് എന്ന ഒരു അവസ്ഥയാകും എന്ന് നമുക്കറിയാം. ഇനി ലയബിലിറ്റി ക്ലോസ് എന്നത് ഒരു ക്ലോസ് കൂടിയുണ്ട്. എന്താണ് ലയബിലിറ്റി ക്ലോസ് എന്ന് പറയുന്നത്? 4ാമത്തെ ക്ലോസ് ഇതാണ്. 5ാമത്തെ ക്ലോസ് ലയബിലിറ്റി ബാധ്യതയാണ്, നമുക്കറിയാം അല്ലെ. സ്പെസിഫൈസ് ദ ലയബിലിറ്റി ഓഫ് ദ കമ്പനീസ് മെമ്പേഴ്സ്. കമ്പനിയുടെ ഓരോ അംഗത്തിനും എത്ര രൂപയുടെ ബാധ്യത പരമാവധി സംഭവിക്കാം എന്ന് വ്യക്തമാക്കുന്നു. ക്യാപിറ്റൽ ക്ലോസില് കമ്പനിയുടെ അംഗീകൃത മൂലധനം, രജിസ്ട്രേഷന്റെ സമയത്ത് രജിസ്ട്രാർ അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണെന്ന് വ്യക്തമാക്കുന്നു, സ്പെസിഫൈ ചെയ്യുന്നു. ഇതാണ് മെമ്മോറണ്ടത്തിലെ പ്രധാനപ്പെട്ട ക്ലോസുകൾ എന്ന് പറയുന്നത്. ഇനി what are the disqualifications for the appointment of a director? ഒരു ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്? ഒന്ന്, അൺസൗണ്ട് മൈൻഡിലുള്ള പേഴ്സൺ ആയിരിക്കും ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ. അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ് ആയിരിക്കും. ഇനി ഇൻസോൾവൻസി മാറ്റർ പെൻഡിങ് ഇൻ ദ കോർട്ട്. ഇൻസോൾവൻസിയുടെ കേസ് കോടതിയിൽ നടക്കുകയാണ്. അങ്ങനെയുള്ള ആളും തൽക്കാലം ഡയറക്ടറായിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. കൺവിക്റ്റഡ് ഓഫ് എനി ഒഫൻസ്, ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ട ആളാകാൻ പാടില്ല. ഓർഡർ ഓഫ് ദ കോർട്ട്, അതുപോലെ തന്നെ കോടതിയുടെ ഓർഡർ നിലവിലിരിക്കുകയാണ് അദ്ദേഹത്തെ ഡയറക്ടറാക്കുന്നതിനെ സംബന്ധിച്ച്. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഡയറക്ടറാക്കാൻ സാധിക്കില്ല. ഡയറക്ടറാക്കുന്നതിന് അയോഗ്യതയുള്ള കോർട്ട് ഓർഡർ ഉണ്ടെങ്കിൽ സാധിക്കില്ല. ഡിഫോൾട്ട് ഓൺ ഷെയർ കോൾസ്, ഷെയറിന്റെ കോൾ നടത്തിയിട്ട് അത് പേയ്മെന്റ് അടച്ചിട്ടില്ല, അതിൽ കുടിശ്ശിക വരുത്തിയ വ്യക്തിയെ ഡയറക്ടറാക്കില്ല. നോൺ കംപ്ലയൻസ് വിത്ത് സെക്ഷൻ 152(3). സെക്ഷൻ 152(3) കമ്പനി ആക്ട് 2013 152(3) എന്ന വകുപ്പ് അത് പാലിച്ചിട്ടില്ലാത്ത വ്യക്തി. എന്താണ് 152(3) എന്ന് പറയുന്നത്? അതായത്
എല്ലാ ഡയറക്ടർമാരും ഒരു ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ വേണം എന്ന് പറയുന്നുണ്ട്, DIN. അപ്പോ ആ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് 152(3)ലും 152-ലൊക്കെയാണ് പറയുന്നത്. എന്തോടെ ഇത്തരം കാര്യങ്ങളൊക്കെ കംപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ a person can be disqualified from being appointed as a director if they have been convicted of certain offences. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയാണ്. ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ, പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളുണ്ട്, ഏത് കുറ്റകൃത്യമായാലും ശരി, അതിൽ കൺവിക്റ്റഡ് ആണെങ്കിൽ they are an undischarged insolvent, അല്ലെങ്കിൽ ഇൻസോൾവെന്റ് ആയിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ ആ ഇൻസോൾവൻസിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിൽ, they have been declared of unsound mind, മാനസിക നില ശരിയല്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, they have already been appointed as a director in a company, ഒരു കമ്പനിയുടെ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണെങ്കിൽ, that has failed to file annual returns or financial statements, ആനുവൽ റിട്ടേൺസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫയൽ ചെയ്യാനായിട്ട് പരാജയപ്പെട്ട വ്യക്തിയാണെങ്കിൽ. ഇനി വാട്ട് ഈസ് മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ്? പ്രോസ്പെക്ടസിലെ മിസ്സ്റ്റേറ്റ്മെന്റ് എന്താണ്? വാട്ട് ആർ ദ റെമഡീസ് അവൈലബിൾ ടു ദ ഇൻവെസ്റ്റർ ഫോർ എനി മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ്? പ്രോസ്പെക്ടസിലെ ഏതൊരു സ്റ്റേറ്റ്മെന്റ് വന്നാലും അതിനുള്ള റെമഡി എന്താണ്? ഇതൊക്കെയാണ് ചോദ്യം. റെമഡി എന്ന് പറഞ്ഞാൽ പരിഹാരമാണ്. ആദ്യം പ്രോസ്പെക്ടസിലെ മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം. A misstatement in a prospectus means, prospectusile misstatement എന്ന് പറഞ്ഞാൽ refers to an inaccurate or misleading statement made in the prospectus. prospectusile തെറ്റായ വിവരം, തെറ്റിദ്ധരിപ്പിക്കാവുന്ന, വഴിതെറ്റിക്കാവുന്ന വിവരം ഉണ്ടെങ്കിൽ issued by a company to attract its investors, അതിന്റെ നിക്ഷേപകരെ ആകർഷിക്കാൻ വേണ്ടി തെറ്റിദ്ധാരണജനകമായ വിവരം, തെറ്റിദ്ധരിപ്പിക്കാവുന്ന, വഴിതെറ്റിക്കാവുന്ന ആശയങ്ങളൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ് എന്ന് പരിഗണിക്കപ്പെടും. ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള റെമഡി എന്ന് പറയുന്നത്, അതായത് ഇൻവെസ്റ്റേഴ്സിന് ഇതിനുള്ള പരിഹാരം, അവർ തെറ്റിദ്ധരിക്കപ്പെട്ട ആൾക്കാരാണല്ലോ നിക്ഷേപകർ, ഇത് കണ്ടിട്ടാണല്ലോ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതും നിക്ഷേപിച്ചതും. അവർക്ക് അതിനുള്ള റെമഡി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒന്ന് റിസഷൻ ഓഫ് കോൺട്രാക്റ്റ് ആണ്. അവരുടെ കോൺട്രാക്റ്റ് അവർ ലംഘിക്കുക, അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുക. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ റിസൈൻ ദ കോൺട്രാക്ട് ആൻഡ് റിക്കവർ ദർ ഇൻവെസ്റ്റ്മെന്റ്. ഞങ്ങൾ ഇതുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല, ഞങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഞങ്ങളെ കൊണ്ട് നിക്ഷേപിച്ചത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം തിരികെ ലഭിക്കണം, ഞങ്ങൾ നിങ്ങളുടെ കരാറിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് റിസഷൻ എന്ന് പറയുന്നത്. രണ്ട് ഡാമേജസ് ആണ്. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ക്ലെയിം ഡാമേജസ് ഫോർ ലോസസ് സഫേർഡ് ഡ്യൂ ടു മിസ്സ്റ്റേറ്റ്മെന്റ്. ഈ മിസ്സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എനിക്ക് നഷ്ടമുണ്ടായി എന്ന് തെളിയിച്ചുകൊണ്ട് അവർക്ക് ഡാമേജ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. മൂന്നാമതായിട്ട് സ്റ്റാറ്റ്യൂട്ടറി റെമഡീസ് ആണ്, നിയമപരമായ പരിഹാരങ്ങളാണ്. Investors can seek remedies under the Company Act 2013. Company Act 2013 പറയുന്ന പരിഹാരങ്ങൾ തേടാവുന്നതാണ്. ആൻഡ് അതർ സെക്യൂരിറ്റി ലോസ്. ഇനി എ മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ് ഈസ് എ ഫോൾസ് ഓർ മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഇൻ എ ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റിലുള്ള ഫോൾസ് മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദാറ്റ് പ്രൊവൈഡ്സ് ഡീറ്റെയിൽസ് അബൌട്ട് എ കമ്പനി സെക്യൂരിറ്റീസ്. കമ്പനിയുടെ സെക്യൂരിറ്റീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നൽകുന്നത്. മിസ്സ്റ്റേറ്റ്മെന്റ്സ് ക്യാൻ ബി ഇന്റൻഷണൽ ഒമിഷൻസ്, ബോധപൂർവമുള്ള വിട്ടുപോകലാം, ഓർ ഇന്നാക്യുറേറ്റ് സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കൃത്യതയില്ലാത്ത പ്രസ്താവനകൾ പോലും മിസ്സ്റ്റേറ്റ്മെന്റ്സ് ആണ്. വൈ ഈസ് എ മിസ്സ്റ്റേറ്റ്മെന്റ് എ പ്രോബ്ലം? എന്തുകൊണ്ടാണ് ഒരു മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണെന്ന് പറയുന്നത്? മിസ്സ്റ്റേറ്റ്മെന്റ് തീർച്ചയായിട്ടും ഒരു പ്രശ്നം തന്നെയാണ്. മിസ്സ്റ്റേറ്റ്മെന്റ്സ് ക്യാൻ ലീഡ് ടു സിവിൽ ആൻഡ് ക്രിമിനൽ ലയബിലിറ്റി. സിവിൽ ബാധ്യതയ്ക്കും ക്രിമിനൽ ബാധ്യതയ്ക്കും കാരണമായേക്കാം ഇത്. ഫോർ ദ കമ്പനി ആൻഡ് ഇറ്റ്സ് ഓഫീസേഴ്സ്. കമ്പനിയോ അതിന്റെ ഓഫീസർമാരോ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സിവിൽ ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഫൈനോ പെനാൽറ്റിയോ കിടക്കേണ്ടി വരും. ക്രിമിനൽ ബാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജയിലിൽ വരെ കിടക്കേണ്ടി വരും. ഇനി മിസ്സ്റ്റേറ്റ്മെന്റ്സ് ക്യാൻ കോസ് ഇൻവെസ്റ്റേഴ്സ് ടു ലൂസ് മണി. മിസ്സ്റ്റേറ്റ്മെന്റ് വന്നാൽ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ പണം നഷ്ടമാകാം. ഇഫ് ദേ ബൈ സെക്യൂരിറ്റീസ് ബേസ്ഡ് ഓൺ ഇനാക്യുറേറ്റ് ഇൻഫർമേഷൻ. തെറ്റായ വിവരങ്ങളെ അടിസ്ഥാനമാക്കി അവര് ഷെയർ വാങ്ങിക്കുകയാണ്, സെക്യൂരിറ്റി വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് ഇതാണ് മിസ്സ്റ്റേറ്റ്മെന്റിൽ പ്രോബ്ലം ആണെന്ന് പറയുന്നത്. രണ്ട്, മിസ്സ്റ്റേറ്റ്മെന്റിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? മിസ്സ്റ്റേറ്റ്മെന്റ്സിന്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഒമിറ്റിംഗ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വിട്ടുപോവുക എന്ന് പറയുന്ന മിസ്സ്റ്റേറ്റ്മെന്റ്. സച്ചാസ് റിസ്ക് ഫാക്ടർ. ഒരു പ്രോസ്പെക്ടസില് തീർച്ചയായിട്ടും നമുക്ക് റിസ്ക് ഫാക്ടറാണ് ഏറ്റവും ആദ്യം വാങ്ങി നോക്കുന്ന ഇൻവെസ്റ്റർ ആദ്യം അത് വായിച്ചു നോക്കുന്നത് റിസ്ക് ഫാക്ടറാണ്. റിസ്ക് ഫാക്ടർ ഇല്ല എന്ന് അറിയുമ്പോഴാണ് ബാക്കി തുറന്ന് വായിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ, ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ റിസ്ക് ഫാക്ടർ, അത് വിട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിസ്സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഓക്കെ, അത് കാരണം അത് കമ്പനിയുടെ ഫ്യൂച്ചർ ഫിനാൻഷ്യൽ പെർഫോമൻസിനെ കുറിച്ച് ഒരു ഏകദേശ കാൽക്കുലേഷൻ എങ്കിലും എടുക്കാനായിട്ട് ഇൻവെസ്റ്ററെ സഹായിക്കുന്ന ഏക കാര്യമാണ് ഈ എന്തോന്ന് പറയുന്ന റിസ്ക് ഫാക്ടറിനെ കുറിച്ചുള്ള
കാര്യങ്ങൾ അത് വിട്ടുപോയി എന്ന് പറഞ്ഞാൽ ഗൗരവതരമായ തെറ്റാണ്. മേക്കിംഗ് ഇനാക്യുറേറ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ഫ്യൂച്ചർ ഇവന്റ്സ്, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് തെറ്റായ കൃത്യതയില്ലാത്ത പ്രസ്താവനകൾ അവിടെ എഴുതി ചേർത്താൽ അത് മിസ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. മേക്കിംഗ് ഇനാക്യുറേറ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ കമ്പനീസ് മാനേജ്മെന്റ് ഓർ ഓപ്പറേഷൻസ്, കമ്പനിയുടെ മാനേജ്മെന്റിനെയും കമ്പനിയുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് കൃത്യതയില്ലാത്ത പ്രസ്താവനകൾ പറഞ്ഞാൽ അതും സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ലീഗൽ കോൺസിക്വൻസസ്, നിയമപരമായ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്? ദ കമ്പനി മേ ബി ഫൈൻഡ്, കമ്പനിക്ക് ഫൈൻ ചെയ്യാവുന്നതാണ്. ഓഫീസേഴ്സ് ഓഫ് ദ കമ്പനി മേ ബി ഫൈൻഡ് ഓർ ഇംപ്രിസൺഡ്, കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാരെ പിഴ ഈടാക്കുകയോ അവരെ ജയിലിൽ അടയ്ക്കാവുന്നവയോ ആണ്. അത് ക്രിമിനൽ ആണ് പറഞ്ഞത്. ഫൈൻ ചെയ്യുന്നത് സിവിൽ ലയബിലിറ്റി വരുന്നതുകൊണ്ടാണ്. ഇംപ്രിസൺമെന്റ് വരുന്നത് എന്താണ്? ക്രിമിനൽ ലയബിലിറ്റി വരുന്നുണ്ട്. കാരണം ഇത് രണ്ടും വരാം. ലീഗൽ കോൺസിക്വൻസ് അങ്ങനെയുണ്ട്. ഇൻവെസ്റ്റേഴ്സ് മേ ബി ഏബിൾ ടു സ്യൂ ദ കമ്പനി ഫോർ ഡാമേജസ്, കമ്പനിക്ക് എതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാൻ ഇൻവെസ്റ്റേഴ്സിന് കഴിയും എന്നുള്ളതാണ്. സെക്ഷൻ സി പൂർണ്ണമായി. ഇനി സെക്ഷൻ ഡി ആണുള്ളത്. സെക്ഷൻ ഡിയിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി? എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി? എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ ഫീച്ചേഴ്സ് ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വിസ്തരിച്ച് പറയാമോ? ഒന്ന്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഈസ് എ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ദാറ്റ് ഈസ് ഓൺഡ് ബൈ ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്, ഓഹരി ഉടമകളാണ് അതിന്റെ ഉടമസ്ഥർ. who have invested in the company by purchasing shares of stock. സ്റ്റോക്കുകൾ, ഷെയറുകളുടെ കൂട്ടമാണ് സ്റ്റോക്ക് അല്ലെ, അത് വാങ്ങിക്കൊണ്ട് കമ്പനിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഷെയർ ഹോൾഡേഴ്സ്. തീർച്ചയായിട്ടും അവരാണ് യഥാർത്ഥ ഉടമകൾ. ദ കീ ഫാക്ടേഴ്സ് ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഇൻക്ലൂഡ്, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ പ്രമുഖ സവിശേഷതകൾ എന്തൊക്കെയാണ്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, വേർതിരിഞ്ഞ നിയമപരമായ അസ്തിത്വമാണ്. രണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, പരിമിതമായ ബാധ്യതയാണ്. ഇനി അതുപോലെ തന്നെ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ആണ്, ഓഹരികളുടെ കൈമാറ്റ സാധ്യതയാണ്. പെർപെച്വൽ എക്സിസ്റ്റൻസ് ആണ്, സർവകാലത്തേക്കുള്ള നിലനിൽപ്പാണ്. ഇനി ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, ജനാധിപത്യ രീതിയിലുള്ള മാനേജ്മെന്റ്. ഇത്രയും കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റി, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, പെർപെച്വൽ എക്സിസ്റ്റൻസ്, ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ. അപ്പൊ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ദ കമ്പനി എക്സിസ്റ്റ് സെപ്പറേറ്റ്ലി ഫ്രം ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്, കമ്പനി അതിന്റെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും ഡയറക്ടേഴ്സിൽ നിന്നും വേർതിരിഞ്ഞ നിൽക്കുന്നു. രണ്ട്, ലിമിറ്റഡ് ലയബിലിറ്റി, ഷെയർ ഹോൾഡേഴ്സ് ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് ദേ ഹാവ് ഇൻവെസ്റ്റഡ് ഇൻ ദ കമ്പനി, കമ്പനിയിൽ എത്ര പണമാണോ അവർ നിക്ഷേപിച്ചിരിക്കുന്നത് അതിനുള്ളിൽ ഒതുങ്ങുന്നു അവരുടെ ബാധ്യത. മൂന്ന്, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, ഓഹരികളുടെ കൈമാറ്റ സാധ്യതയാണ്. ഷെയർസ് ക്യാൻ ബി ഈസിലി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, വളരെ ഈസി ആയിട്ട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന് പെർപെച്വൽ എക്സിസ്റ്റൻസ് ആണ്, കമ്പനിക്ക് സർവ്വകാലത്തേക്കും നിലനിൽപ്പുണ്ട് എന്നുള്ളതാണ്. ദ കമ്പനി കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ് ഇവൺ ഇഫ് ഷെയർ ഹോൾഡേഴ്സ് ഓർ ഡയറക്ടേഴ്സ് ചേഞ്ച്, ഷെയർ ഹോൾഡർമാർ മാറിയാലും ഡയറക്ടർമാർ മാറിയാലും കമ്പനി അതിന്റെ നിലനിൽപ്പ് തുടരും എന്നുള്ളത്, കമ്പനിക്ക് മരണമില്ല എന്നുള്ളത് പെർപെച്വൽ എക്സിസ്റ്റൻസ് കമ്പനിയുടെ ഒരു വലിയ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ഡെമോക്രാറ്റിക് മാനേജ്മെന്റ്, ജനാധിപത്യ രീതിയിലുള്ള മാനേജ്മെന്റ് കമ്പനിയുടെ മറ്റൊരു സവിശേഷതയാണ്. ദ കമ്പനി ഈസ് മാനേജ്ഡ് ബൈ എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എലക്റ്റഡ് ബൈ ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്, അതിന്റെ ഓഹരി ഉടമകളാൽ തെരഞ്ഞെടുക്കപ്പെട്ട മാനേജ്മെന്റ് ആണ് ഭരിക്കുന്നത്. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഉണ്ട്. എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അതിന്റെ ഓഹരി ഉടമകളാൽ പണം നിക്ഷേപിക്കപ്പെട്ട് അവരുടെ ഓണർഷിപ്പിലും മാനേജ്മെന്റിലും ഒക്കെ നടത്തപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അവരാണ് കമ്പനിയുടെ ഷെയറുകളോ സ്റ്റോക്കുകളോ വാങ്ങുന്നവരായ ആളുകളാണ് ഈ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. കമ്പനി എന്ന് പറയുന്ന ഒരു വോളണ്ടറി അസോസിയേഷൻ ആണെന്ന് പറയാം, സ്വമേധയാ പണം മുടക്കി തുടങ്ങുന്ന ഒരു സംവിധാനമാണെന്ന് പറയാം. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നവര് ഒരു കോമൺ സ്റ്റോക്കിലേക്ക് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ്. ദേ എംപ്ലോയ് ഇറ്റ് സം ട്രേഡ് ഓർ ബിസിനസ് എന്നാണ് പറയുന്നത്. അതിനകത്ത് അവർ ചില കച്ചവടം, ബിസിനസ് ഏർപ്പെടുത്തുന്നു. എന്ത് ചെയ്യുന്നു? അവര് ഷെയർ ഹോൾഡേഴ്സ് ആണ് അതിന്റെ റിയൽ ഓണേഴ്സ്. 13ാമത്തെ ചോദ്യം: എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിത്ത് റിഗാർഡ് ടു കോർപ്പറേറ്റ് ഗവർണൻസ്. കോർപ്പറേറ്റ് ഗവർണൻസുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ ബോർഡിന്റെ റോൾ എന്താണ്? റോൾ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ കോർപ്പറേറ്റ് ഗവർണൻസ്. കോർപ്പറേറ്റ് ഗവർണൻസിന്റെ കാര്യത്തിൽ ഡയറക്ടർ ബോർഡിന്റെ റോൾ മറ്റൊന്നുമല്ല. The board of directors play a crucial role in corporate governance. കോർപ്പറേറ്റ് ഗവർണൻസിൽ ഡയറക്ടർ ബോർഡിന് നിർണായകമായ റോളുണ്ട്. They provide strategic direction and oversight. ദീർഘവീക്ഷണവും തന്ത്രപരമായ ദിശാബോധവും കമ്പനിക്ക് നൽകുന്നത് എന്താണ്? സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡയറക്ഷൻ നൽകുന്നത് അവരാണ്. എൻഷറിംഗ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പാരൻസി, സുതാര്യതയും കണക്ക് ബോധിപ്പിക്കാനുള്ള ചുമതല ഉറപ്പുവരുത്തുന്നവരാണ് ഡയറക്ടർ ബോർഡാണ്. പ്രൊട്ടക്ടിംഗ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഡയറക്ടർ ബോർഡാണ്. മോണിറ്ററിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ കമ്പനീസ് ഓപ്പറേഷൻസ്, കമ്പനിയുടെ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നു. എൻഷോറിംഗ് കംപ്ലയൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻ, നിയമങ്ങൾ പാലിക്കുന്നു. അപ്പോയിന്റിംഗ് ആൻഡ് ഓവർസീയിങ്
മാനേജ്മെന്റ് ടീമിനെ അപ്പോയിന്റ് ചെയ്യുന്നു, മേൽനോട്ടം വഹിക്കുന്നു.